എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രശസ്തനായ ഷെഫ് പിള്ള അനന്തപുരി വീട്ടിലേക്ക് വരുവാണ്. ആദർശിനും എനിക്കും എല്ലാവർക്കും സന്തോഷമായി. കാരണം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ആർക്കും നല്ല രീതിയിലൊന്നും ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ഈ സമയത്താണ് ഷെഫിന്റെ അങ്ങോട്ട് വരവ്. പിന്നീട് ഷെഫിനെ കൂട്ടിക്കൊണ്ട് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് പോവാ സംസാരിക്കാനായിട്ട്. ആദർശിന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ദൈവമേ, ഷെഫും സഹായിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങൾ ഗംഭീരമായിട്ട് സദ്യ തന്നെ ഒരുക്കാൻ പറ്റും. പക്ഷെങ്കിൽ അതിന് മുത്തശ്ശൻ കനിയണം. മുത്തശ്ശൻ അദ്ദേഹത്തോട് സംസാരിച്ചാൽ മാത്രമേ ഇതിനൊരു പോംവഴി കണ്ടെത്താൻ പറ്റുള്ളൂ. പിന്നീട് ആദർശ് അടുക്കളയിലേക്ക് വരുവാണ്. ഈ സമയത്ത് അനിയും അബിയൊക്കെ അവിടെ ഇപ്പുണ്ടായിരുന്നു. അനിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞാലോ ഒന്ന്. ഷെഫിനോട് പറഞ്ഞ് നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരാനായിട്ട്. ഈ സമയം അബി പറഞ്ഞു, അല്ല എന്ത് പരിഹാരം ഉണ്ടാക്കി തരുന്ന കാര്യമാ? അല്ല, നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ഉണ്ടായിക്കൊള്ളാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, പിന്നെ മുത്തശ്ശ സമ്മതിച്ചു തന്നെ, നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞേ. മുത്തശ്ശൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. എന്താണ്, നമുക്കൊന്ന് പറഞ്ഞു നോക്കാന്ന് പറയാം. ഈ സമയം ജ്വല്ലറിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച ദേവേനയും ജാനകിയും ജലജയ്ക്കും കൂടെ ഇറങ്ങുവാണ്. ഈ സമയം നവ്യ നേനയും കൂടെ മുമ്പിലേക്ക് അങ്ങോട്ട് പോയി. അപ്പം മുത്തശ്ശി ഉണ്ടായിരുന്നു അവരുടെ കൂടെ. പെട്ടെന്ന് തന്നെ ദേവേന് പറഞ്ഞു, അല്ല നവ്യ ഇന്ന് കാര്യമായിട്ടൊന്നും എടുത്തില്ല. സാധാരണഗതിയിൽ അവളുടെ സ്വഭാവം വെച്ച് എന്തെങ്കിലുമൊക്കെ എടുക്കണ്ട, നായനെയാണെങ്കിലും എടുത്തിട്ടില്ല എന്ന് പറയാം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, ഇതൊക്കെ അവരുടെ ഒരു അടവല്ലേ. ആദ്യം ജ്വല്ലറി വന്നു കഴിയുമ്പോൾ ആദ്യം ഇങ്ങനെയൊന്നും എടുക്കാതിരിക്കും, പിന്നെ നമ്മളില്ലാത്ത സമയം നോക്കി വരും, ആവശ്യത്തിനുള്ളതെല്ലാം എടുക്കുമെന്ന് പറയാം. ഇതൊക്കെ നമ്മളല്ലെങ്കിൽ അറിയാൻ പോകുന്നുണ്ടോ? മിക്കവാറും നമ്മളെ കാണാതെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. ഈ സമയം ജാനകി പറഞ്ഞേ, അങ്ങനെയൊന്നും അവരൊന്നും ഒരിക്കലും ചെയ്യത്തില്ലെന്ന് പറയാം. ജലജ പറഞ്ഞ്, ആര് കണ്ടു? ഇപ്പോഴെല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുക. ഇപ്പം മുത്തശ്ശിയുടെ മുന്നില് അവർ നല്ല പിള്ളയാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, സ്വർണത്തിനോടൊന്നും ഒരു ആസക്തി ഇല്ലെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഒന്നും എടുക്കാതിരുന്നേ. മുത്തശ്ശി ആകുന്നേ പറഞ്ഞല്ലേ നയനയോട് എടുത്തോളാനായിട്ട്. അന്നേരം നയന അനുസരിച്ചില്ലോ. അനുസരിക്കാന്നല്ല, നയനയൊന്നും എടുത്തില്ലോ. എന്തൊരു വിനയമായിരുന്നു. എനിക്ക് വേണ്ട മുത്തശ്ശി, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അത് ശരിയാ, അത് ഞാനും ശ്രദ്ധിച്ചെന്ന് പറയാം. അതേട്ടത്തി, ഇതൊക്കെ അവളുടെ ഒരു അടവ് മാത്രമാണ്. അല്ലെങ്കിലും പല അടവുകളും പയറ്റിയല്ലേ അവൾമാർ രണ്ടും ഈ വീട്ടിലേക്ക് കടന്നു വന്നേ. അതുപോലെ തന്നെ ഒരു അടവായത്. അവളെ ജ്വല്ലറിക്ക് കുറെ ഏതാണ്ട് ഉണ്ടാക്കി കൊടുത്തെന്നുള്ള മട്ടിലല്ലേ അവളുടെ നിപ്പും മട്ടും ഭാവവും ഒക്കെ. ഈ ജ്വല്ലറിക്ക് വന്നപ്പോ അവളുടെ ഡിസൈൻ മാത്രമേ ഉള്ളു പോലും. അതിന്റെ അഹങ്കാരം കൂടെ അവക്കുണ്ട്. ഈ സമയം മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട്, എന്താ വീണ്ടും തുടങ്ങിയോന്ന് ചോദിക്കുവാണ്. ഞങ്ങളൊന്നും പറഞ്ഞില്ലേന്ന് പറയണം, കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ ജ്വല്ലറി വന്നു കഴിഞ്ഞപ്പോ നയനമോളുടെ കഴിവെന്താന്നുള്ളത്. ഏത് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്താലും അതെല്ലാം നയനമോള് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് അതൊരു പുച്ഛമായിട്ട് തോന്നും. ഇപ്പൊ മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ദേവേന് പറഞ്ഞു, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തേന്ന് പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അല്ല നിനക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ ദേവേനി, നയന ചെയ്ത ഡിസൈനിങ് കൊള്ളത്തില്ലാന്ന്? കാരണം ഈ ജ്വല്ലറി വെച്ച് എടുത്തേ വെച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം നീ എടുത്തേ, എന്നിട്ടാണ് നീ അവളെ കുറ്റം പറയണമെന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു, എനിക്ക് എല്ലാ ഡിസൈനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അനാമിക മോൾക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പറയാം. ഈ സമയം ജലജ പറഞ്ഞു, പിന്നെ അനാമിക ഇനിയിപ്പോ ഇതൊന്നും നോക്കിയിട്ടല്ല വരുന്നത്, അവൾ ഇഷ്ടം പോലെ സ്വത്തുക്കളുള്ള വീട്ടിൽ നിന്നല്ല വരാൻ പോകുന്നേ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ ജാനകിക്ക് കുഴപ്പമില്ലാന്ന് പറയാം. ഞങ്ങളുടെ അവസ്ഥ അതല്ലല്ലോ, എന്റെ ഏട്ടത്തിന്റെ അവസ്ഥ അതല്ലല്ലോ, ഒന്നും ഇല്ലാത്തൊരു ദാരിദ്ര്യ വീട്ടിൽ നിന്നല്ല കെട്ടിയെന്ന് ചോദിക്കുക. മുത്തശ്ശിയോടും ജലജ, നീ കുറച്ച് കൂടുന്നുണ്ട്, നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന്. അതെ, സ്വത്തിലും പണത്തിലും ഒന്നുമല്ല കാര്യം, സൗന്ദര്യത്തിലല്ല കാര്യം, മനുഷ്യന്റെ സ്വഭാവത്തിലാ. അത് എത്ര വട്ടം നിന്നോട് പറയണം? അത് ആരോടാ ഞാൻ പറയണേ? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത ആളോടാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാം. പിന്നീട് അവരങ്ങോട്ട് ഇറങ്ങി പോരുവാണ്. ഈ സമയം മൂർത്തി മുത്തച്ഛനോട് ശിവ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് മുത്തച്ഛൻ പറഞ്ഞു, ഇന്നിവിടുത്തെ ഞങ്ങളുടെ സ്ത്രീജനങ്ങളെല്ലാം കൂടെ കൂടി ഷോപ്പിങ്ങിനായിട്ടും അങ്ങനെയൊക്കെ പോയേക്കാം. അപ്പം ഞങ്ങൾക്കാണ് ഇന്ന് ഉത്തരവാദിത്തം, അടുക്കള ജോലി. ഇതുവരെ ആയിട്ടും ഞാൻ അടുക്കള കയറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല ഇവിടെയുള്ള ആണുങ്ങളെല്ലാം അങ്ങനെ തന്നെയാ. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാന്ന് പറയാം, ഏറ്റവും പോയി ഇനിയിപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാം. ഓഹോ, അപ്പൊ അതാണ് കാര്യം, അതാണ് എല്ലാവരുടെ മുഖം ഇങ്ങനെ ഇരിക്കണം അല്ലേന്ന് ചോദിക്കണം. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗംഭീര സദ്യ തന്നെ കൊണ്ട് ഉണ്ടാക്കാന്ന് പറയാം. ഇത് കേട്ട മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു, അല്ല അത് പിന്നെ സാരമില്ല മൂർത്തി സാറേ, ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാം, ഞാൻ കൂടിക്കോളാം, നമുക്കൊരു സദ്യ ഇങ്ങനെ ഉണ്ടാക്കാം. ഇനിയിപ്പൊ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല, അപ്പൊ ഇപ്പൊ ഒരു സദ്യ ഞാനങ്ങ് ഉണ്ടാക്കി തരാന്ന് പറയാം. ഇത് കേട്ടത് മുത്തച്ഛന് ഭയങ്കര സന്തോഷമായി. പിന്നെ ഷെഫിനെയും കൂട്ടി അകത്തേക്ക് വരുവാണ്. ഈ സമയം ആദർശങ്ങ് വല്ലാത്ത ടെൻഷനില്ല. ദൈവമേ, എന്ത് ചെയ്യും, കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. നയനെ വെല്ലുവിളിച്ചാണ്, അവളാണ് ഫോണും കൂടെ എടുക്കുന്നില്ല. ഇനിയിപ്പോ ഏക ആശ്രയം ഷെഫ് പിള്ളയാണ്. ഇനി
അദ്ദേഹം കൂടെ ഇനിയിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. മുത്തശ്ശനെ എങ്ങനെയാലും ഒന്ന് മയക്കെടുത്ത് കാര്യങ്ങളൊന്നും ഒന്ന് അവതരിപ്പിക്കണം, എന്തെങ്കിലും റെസിപ്പി ഒന്ന് പറഞ്ഞു തന്നാൽ മതി, അത് കേട്ട് എങ്ങനെയും ചെയ്യാം. ആ ഒരു വിചാരമായിരുന്നു ആദർശിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് ഷെഫിനെയും കൂടെ വരുന്നത്. പിന്നീട് പറഞ്ഞു, ഇന്ന് നമ്മുടെ കൂടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ദേ നമ്മുടെ പാചക വിദഗ്ധൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടത് എല്ലാവരുടെ മുഖത്തിനും മിന്നലുണ്ടായി. മുത്തശ്ശൻ പറഞ്ഞു, അതെ, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്താൽ മതി, നമ്മുടെ പിള്ള സാറ് തന്നെ അതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു തന്നോളൂ എന്ന് പറയാണ്. ഇത് കേട്ടതും പിള്ള പറഞ്ഞു, അതെ, എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കാം, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുക്കി കൂട്ടി തന്നാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് നമുക്കൊരു വലിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, ഉള്ള സമയം കൂടെ നമുക്ക് അതിഗംഭീരമായിട്ടൊരു സദ്യ തന്നെ ഒരുക്കാന്ന് പറയാം. പെട്ടെന്ന് അനി പറഞ്ഞു, എന്ത് വെള്ളം ഒരുക്കി തരാം, അത്യാവശ്യമുള്ള അവിയലിനുള്ള സാധനങ്ങളും എല്ലാം അരിഞ്ഞു പെറുക്കി വെച്ചിരിക്കുക, ഇനിയിപ്പോൾ അതിന്റെ കൂട്ടുകളൊക്കെ ഇട്ടാൽ മതി എന്ന് പറയാം. ആണോ, എന്നാൽ ഇപ്പം തന്നെ റെഡിയാക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോഴും ആദർശന് ശരിക്കും ശ്വാസം നേരെ വീണേ. പിന്നീട് അനിയെ മാറ്റി നിർത്തി പറഞ്ഞു, ഇത്ര സമയം എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ദൈവമേ, എന്തൊക്കെ നേർച്ചകൾ നേർന്നിട്ടറിയാവോ, 101 തേങ്ങ ഒടിച്ചാക്കാന്ന് വരെ നേർച്ച ചേർന്നിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാവോ, ഇവിടെ എങ്ങാനും നാണം കെട്ട് പോയായിരുന്നെങ്കിൽ ഇനി എന്നും ഇത് പറഞ്ഞ് നമ്മൾ കളിയാക്കൽ കേൾക്കേണ്ട വന്നേനും. അനന്തപുരിയിലെ ആണുങ്ങള് ഒട്ടും മോശമുള്ള നമുക്ക് തെളിയിക്കണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഏറ്റവും പോയായിരുന്നു, അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പം നയനയുടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് നാണം കിട്ടു പോരല്ലോ എന്ന് പറയണം. പെട്ടെന്ന് അനി പറഞ്ഞു, എന്താണെങ്കിലും ഷെഫ് പിള്ളസാറ് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇപ്പൊ കാണാരെന്ന് പറയണം. ഏട്ടൻ നാണം കെട്ട് നിൽക്കുന്നേ. എടാ, ഞാൻ മാത്രമല്ല നീ നാണം കെട്ടാനെന്ന് പറയാ. പിന്നീട് അവിടെ നടന്ന ഒരു അംഗം തന്നെയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് അടിപൊളിയായിട്ട് ഗംഭീര സദ്യയ്ക്ക് ഉള്ള പുറപ്പാടുകളൊക്കെ നടത്തുവാണ്. മുത്തശ്ശിയും അനിയും അബി എല്ലാവരും ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഷെഫ് പിള്ള പെട്ടെന്ന് തന്നെ സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുക. അങ്ങനെ പായസം കൂട്ടിയുള്ള ഒരു ഉഗ്ര സദ്യ തന്നെ ഒരുക്കുന്നത്. കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കരുത് അവർ വരുമ്പോൾ ഇത്രയും വലിയൊരു സദ്യ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നുള്ളത്. അങ്ങനെ സദ്യയെല്ലാം പറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാം റെഡിയാക്കി എല്ലാ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും വന്ന് വിശ്രമിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഷോപ്പിങ്ങിന് പോയ ദേവയാനി നയനയും ജലജ എല്ലാവരും കൂടെ കയറി വരുന്നേ. അങ്ങനെ അവര് പറഞ്ഞു, ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്തായി തീരുവെന്തോ, മിക്കവാറും കഞ്ഞിയും ചമ്മതി ആവാനാ ചാൻസ് ഉള്ളെന്ന് പറയാണ്. നയനയുടെ മനസ്സിൽ ആ ചിന്ത തന്നെയായിരുന്നു. ആദർശേട്ടനൊക്കെ എന്ത് കാണിച്ചു വിട്ട് വെക്കും എന്തോ, താ ഫോണാണെങ്കിൽ ഓണാക്കിയിട്ടുമില്ല. ആദർശേട്ടൻ വെല്ലുവിളിച്ചല്ലേ, ഒന്ന് കാണട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ കയറി വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വഴി ഇരിക്കുന്നു കണ്ടു. ഈ സമയം ദേവനെ വെച്ച് എന്താ ഫുഡൊക്കെ കാലമായെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് ഷെഫ് പിള്ളേരെ കണ്ടേ. ഇത് കണ്ടതും നയനയുടെ മനസ്സിലൊരു ഇതുണ്ടായി. കാരണം നയനയ്ക്ക് തോന്നി ഒരു പക്ഷെങ്കില് പോയ സമയത്ത് ഇനിയിപ്പം പിള്ളസാറിനെ വിളിച്ചതാണോ സദ്യ ഉണ്ടാക്കാനായിട്ട് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ സമയം മുത്തശ്ശനെ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് പിള്ളസാർ വന്ന് മുത്തശ്ശനെ അടുത്ത് വന്ന് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, അതേ, കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നാന്ന് പറയണം. ജാനകിയോടും എല്ലാവരോടും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പറഞ്ഞു, എന്നാൽ ശരി, അന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയാം, കുറെ സമയം ഞാൻ വന്നിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറയാം. ഈ സമയം ദേവേനു പറഞ്ഞല്ല, വന്നിട്ട് ഒന്നും കഴിച്ച് ചായ പോലും കുടിക്കാതെ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്, എന്നാൽ നമുക്ക് എല്ലാവർക്കും സെൽഫി എടുത്തിട്ട് പോയാലെന്ന് ചോദിക്കുക. അങ്ങനെ പിള്ളസാറിൻ്റെ കൂടെ എല്ലാവരും നിന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കുവാണ്. അങ്ങനെ പിള്ളസാറും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് വന്നിട്ട് ചോദിച്ചു, അല്ല ആർക്ക് ഫുഡൊന്നും കഴിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞ്, ഫുഡ് കഴിക്കണമെന്നോ, എന്റെ ദൈവമേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഓടി അലച്ച് വന്നിരിക്കുന്നത്, ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാം. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയായിരുന്നു, നിങ്ങൾ പച്ചവെള്ളം പോലും കുടിക്കാതെ ഇങ്ങോട്ട് വരുവോളം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ജലജ ചോദിച്ചു, അല്ല വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. മുത്തശ്ശൻ പറഞ്ഞു, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൈനിങ് ടേബിളിലേക്ക് വാ, ഞങ്ങൾ വിളമ്പി തരാമെന്ന് പറയണം. അങ്ങനെ അവര് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങ് കൊണ്ടുപോവാ. എല്ലാവരും കൈ കഴിയാൻ കൂടി ഇരുന്നു. കൈ കഴുകി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്ലേറ്റിന്റെ ഒക്കെ മൂടി വെക്കിയപ്പോൾ നല്ല അസലായിട്ടൊരു സ്മെല്ല് അങ്ങോട്ട് വന്നു. ഇത് കേട്ട നയനെ മുത്തശ്ശി എല്ലാവരും അമ്പരന്ന് പോയി. കാരണം ഇതുവരെ അവര് ഇത്ര സ്മെല്ലോട് കൂടിയുള്ള ഫുഡ് കൂടി ഈ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. പെട്ടെന്ന് മുത്തശ്ശന്, ആഹാ കൊള്ളാലോ, നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ഈ സമയം ആദർശ് പറഞ്ഞു, എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്, ചിലർക്കൊക്കെ ഇവിടെ ഒരു ഭാവമുണ്ട്, അവരില്ലെങ്കിൽ ഈ അടുക്കളയിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്. അതൊക്കെ വെറും തോന്നൽ മാത്രമല്ലേ മുത്തശ്ശി, ഞങ്ങളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറ്റുമെന്ന് പറയാണ്. എന്നും പറഞ്ഞുകൊണ്ട് ആദർശും അബിയും അനി എല്ലാവരും കൂടെ ചേർന്ന് അവർക്കെല്ലാം ഫുഡ് വിളമ്പാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിഗംഭീരമായൊരു സദ്യ, പോരാത്തിന് പായസവും പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ഉറപ്പായി, ഞങ്ങളില്ലെങ്കിലും നിങ്ങൾ എന്താണ് ഫുഡ് ഉണ്ടാക്കും, പട്ടിണി കിടന്ന് മരിക്കില്ല എന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, എങ്ങനെയുണ്ട് സദ്യ, കൊള്ളാവെന്ന് ചോദിക്കാം. ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാണ്. ഇതേടെ മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഞങ്ങൾ മാത്രമല്ല ഈ സദ്യ ഉണ്ടാക്കിയത്, ഞങ്ങളെ സഹായിക്കേണ്ട ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇതേടെ മുത്തശ്ശി ചോദിച്ചു, അല്ല പിള്ള സാറാണെന്ന് ചോദിക്കണം. അതെ, പിള്ള തന്നെ ഉണ്ടായിരുന്നു.
ഇതിന്റെ കൂടെ പിള്ളയുടെ കൈകളും ഉണ്ട്. പിള്ളയാണെല്ലാം ഉണ്ടാക്കിയത്, ഞങ്ങളെല്ലാം ഒരുക്കി കൊടുത്തോളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അങ്ങനെ വരട്ടെ, ഞങ്ങൾ ഓർക്കുകയും ചെയ്തു. ഇത്ര ഗംഭീരമായിട്ടൊരു സദ്യ ഉണ്ടാക്കണമെങ്കിലേ. ഇത് കേട്ടപ്പോ ആദർശം, ഞങ്ങൾ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങൾ വിളിച്ചിട്ടൊന്നും അല്ല സാറ് വന്നേ, കൃത്യസമയത്ത് തന്നെ വന്ന, പിന്നെ ഞങ്ങള് എല്ലാം ഒരുക്കി കൊടുത്തു, സാറ് ചെയ്തു തന്നു, അത്ര മാത്രമേ ഉള്ളെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോ വരാൻ പോകുന്നേ അനിയുടെ അനാമിയുടെ വിവാഹമാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.